ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ബോക്സ്, നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഐക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. ഇത് 3 ബോഡിയുള്ള ബോക്സാണ്. MRP ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഈ 120 ഇതിൻ്റെ അകത്ത് MRP കൊടുത്തിരിക്കുന്നത്. 3 ബോഡികളുടെ ബോക്സ്. നമുക്ക് അത്ര റേറ്റ് വരുന്നില്ല. എന്തായാലും മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്കൊരു 20% കുറച്ച് നമുക്ക് എന്തായാലും ഈ ബോക്സ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ പല കമ്പനികളുടെ ബോക്സും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പല ബോക്സുകളും അവൈലബിൾ ആണ്. ഇത് ഐക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബോക്സാണ്. ഡിൽടെക് അതുപോലെ പല പല കമ്പനികളുടെയും നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റീലായതുകൊണ്ട് തുരുമ്പ് എടുക്കത്തില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബോക്സ് എങ്ങനെ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. സാധാരണ പോലെ തന്നെ നമ്മൾ മെറ്റൽ ബോക്സ് വാങ്ങിച്ച് ഉറപ്പിക്കുന്ന പോലെ തന്നെ സെയിം തന്നെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലേറ്റും, ഇപ്പോൾ വരുന്ന ഏത് പ്ലേറ്റുകളും നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ പ്ലേറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സൂട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും അതുപോലെ തന്നെ സ്ക്രൂവിൻ്റെയൊക്കെ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. സാധാരണ പോലെ തന്നെയാണ്, വ്യത്യാസമില്ലതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗ്രൂ കാര്യങ്ങൾ കുറച്ച് ആരം കൂടുതലായതുകൊണ്ട് കൈ മുറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ബാക്ക് സൈഡ് മറ്റ് മെറ്റൽ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് മെറ്റൽ ബോക്സ് ഗാൽവനൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒരു പൈപ്പ് പോകുന്ന സ്ഥലത്ത് കണ്ടോ, ഇപ്പോൾ പൈപ്പ് പോകുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രത്യേക നോക്കൗട്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ആ നോക്കൗട്ടിലല്ലാതെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഗാൽവനൈസ് ചെയ്ത ബോക്സുകൾ തുരുമ്പെടുക്കാൻ തുടങ്ങുന്നത്. കാരണം ഗാൽവനൈസേഷൻ നമ്മൾ ഓൾറെഡി പോയാൽ തന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവിടെ നിന്നും പതുക്കെ തുരുമ്പെടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് കട്ട് ചെയ്താലും സ്റ്റീലായതുകൊണ്ട് ഒരിക്കലും തുരുമ്പെടുക്കത്തില്ല. ഇത് ശരിക്കും മനസ്സിലാകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെറ്റൽ ബോക്സ് പിടിപ്പിച്ച് ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്വിച്ച് ബോർഡ് അഴിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് തുരുമ്പ് കയറി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നീടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീട് പണിയുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെറ്റൽ ബോക്സും സ്റ്റീൽ ബോക്സും തമ്മിൽ ഒരു 10% മാത്രമേ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അത്രയും റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇല്ലതാനും നമുക്ക് നല്ല ലാഭകരമായിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം ധൈര്യമായിട്ട് തുരുമ്പെടുക്കത്തില്ല. സ്റ്റീലായതുകൊണ്ട് തുരുമ്പെടുക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വീടുകളിൽ വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ മെറ്റൽ ബോക്സ് എർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തും എർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മെറ്റൽ ബോക്സ് പോലെ തന്നെ 4 സൈഡിൽ നിന്നും ഒരു ബോക്സിൻ്റെ 4 സൈഡിൽ നിന്നും നമുക്ക് നോക്കൗട്ട് കാര്യങ്ങൾ സാധാരണ പോലെ തന്നെ 4 സൈഡിൽ നിന്നുള്ള നോക്കൗട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വീടുകളിൽ വെക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.